ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി എമ്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പുതിയ ചുരിദാറൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പഴയ ചുരിദാർ അലമാരിയുടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ചുരിദാർ നമുക്ക് കളയാനും തോന്നില്ല, പിന്നെ നമ്മളത് യൂസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചുരിദാറുകളാണിത്. ഈ പഴയ ചുരിദാർ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ പഴയ ചുരിദാറിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചുരിദാർ നമുക്ക് ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ചോക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും, നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഈ മുകൾ വശം നമുക്ക് ആവശ്യമില്ല, അതൊന്ന് മാറ്റി വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ചുരിദാർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ മടക്ക് വശത്ത് നിന്ന് മുകൾ വശത്ത് നമുക്കൊരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമുക്ക് താഴേക്ക് ഒരു 6.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് നമുക്കൊരു ആം ഹോൾ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഒരു കർവ് പോലെ വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. നമുക്ക് ഇവിടെ ഈ ആം ഹോളിന്റെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവുമല്ലോ, അതൊന്ന് വിടിയിച്ചെടുക്കണം. ഇത് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് ലൈനിങ് ഒക്കെ ഉള്ളൊരു ചുരിദാറാണ്. അപ്പൊ നല്ല കട്ടിയുള്ളൊരു ചുരിദാറാണിത്. നമുക്കിതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 വള്ളിയാണ്. അത് വള്ളി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 25 ഇഞ്ച് നീളമുള്ള ഒരു സ്ട്രെയിറ്റ് പീസാണിത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ വള്ളി തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന്റെ അരികുവശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനൊരു സാരിയിൽ നിന്ന് വെട്ടിയതാണ്. അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് തേരുവശമാണ്, അതുകൊണ്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ്ട. നമുക്ക് സാധാരണ വള്ളി എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 വള്ളിയും ഞാൻ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാർ എടുക്കുക. ഇതൊരു ലൈനിങ് ഇട്ട ചുരിദാറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ലൈനിങ് വിട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ വള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വള്ളി എടുത്ത് സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇവിടെ സ്റ്റിച്ചിങ് വിടിയിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ആ മുകൾ ഭാഗത്ത് വള്ളി വെച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെയും 2 സൈഡും ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു കട്ട് ചെയ്യാത്ത വള്ളി ഉണ്ടായിരുന്നില്ലേ, അതെടുക്കുക. അത് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് വരുമ്പോൾ താഴത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് നേരെ തയ്ച്ചു കൊടുക്കാം. മറ്റേ സൈഡ് എത്തുമ്പോഴും അതുപോലെ തന്നെ വള്ളി താഴത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആം ഹോളിന്റെ അവിടെ 2 സൈഡും കൂട്ടി വെച്ച് തയ്ക്കാം. നമ്മൾ ആദ്യം ഒരു വള്ളി പകുതിയാക്കി വെച്ചിരുന്നില്ലേ, ആ ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ സ്ലിറ്റിന്റെ അവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിന്റെ അവിടെ വരെ നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വിടർത്തിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെന്ന്. ഇനി ഞാൻ ഈ ഒരു ആം ഹോളിന്റെ ഇവിടെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചിടുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊന്ന് വിടർത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എന്താണെന്ന്. നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏപ്രൺ ആണ് ഞാനിവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ വശത്ത് വെച്ച് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് താഴത്തേക്ക് സ്ലിറ്റിൻ്റെ അവിടെയും നമ്മുടെ ചുരിദാർ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ സ്ഥലവും 2 സൈഡും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മൾ അടുക്കളയിലേക്ക് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണിത്. അപ്പോൾ നമ്മുടെ പഴയ ഒരു ചുരിദാർ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും മീൻ മുറിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുണിയൊക്കെ കഴുകുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ഒരു ഏപ്രൺ. നമ്മൾ പഴയ ചുരിദാർ വെച്ചിട്ടാണ് ഇതൊന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ ചുരിദാറൊക്കെ ഇനി അലമാരിയിൽ വെറുതെ വെച്ചേക്കാണ്ട് ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.